ഇല്ല, ഞാൻ പൊതുവെ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പം പൊതുവെ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഓൺ ആൻഡ് ഓഫായിട്ടും ഇടക്ക് കയറി ഇതാക്കും. ഒരാഴ്ച, ഞാൻ പറഞ്ഞ ഒരാഴ്ച കൂടുതൽ. ഇപ്പം ഞാൻ 6-7 മാസമായിട്ട്, ഒരു വർഷത്തോളമായിട്ട് ഇൻസ്റ്റ, ഫേസ്ബുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ 5 വർഷത്തിനിടയിൽ കുറച്ച് സമയം വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും, പിന്നെ തിരിച്ചെന്തെങ്കിലും ലോഗിൻ ചെയ്യും, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പം അങ്ങനെയുള്ള ചുരുങ്ങിയ സമയത്ത് നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മൾക്ക് പണ്ടറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള അവരുടെ വിശേഷങ്ങളും, കാരണം ഞാൻ പല സുഹൃത്തുക്കളായിട്ടൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് സംസാരിക്കാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കുക, അല്ലെങ്കിൽ ഞാൻ പൊതുവെ വേറെ ആൾക്കാരെ സ്റ്റോക്ക് ചെയ്യുന്നത് അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഞാൻ തുറന്നിട്ട് വർഷങ്ങളായി. ഇൻസ്റ്റ എനിക്ക് തോന്നുന്നു ഞാൻ തീരെ യൂസ് ചെയ്യാത്തൊരു സാധനം. ചുമ്മാതല്ല, ഞാൻ നമ്മൾ തമ്മിൽ ആ ഫോട്ടോ ഇട്ടിട്ട് കൊളാബ് ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ല. ഞാൻ ഓർത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനതിനെ വലിയ രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പത്തെ നമുക്ക് ഇങ്ങനത്തെ അരുൺ പറഞ്ഞ കഥകളും പരിപാടികളും പലരും പറഞ്ഞിട്ട് അറിയാം. ഈ പറഞ്ഞ ഓൺലൈനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തയിലും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടൊക്കെ അറിയാമെന്നല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ ഫേക്ക് അടിയിൽ നിന്ന് മെസ്സേജ് വരുമോ അല്ലെങ്കിൽ അങ്ങനത്തെ അബ്യൂസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ തെറി ഒഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരമുള്ളതുകൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുന്ന അവർക്കും അറിയാം. വിളിച്ചിട്ട് എനിക്ക് ഇവനെ വിളിച്ചിട്ടൊരു കാര്യം. അപ്പൊ അങ്ങനത്തെ അങ്ങനെ ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരും തന്നെ ഇവിടെ ഒരു ലെവലിലെത്തിയത്. എല്ലാ കാലത്തും എല്ലാവർക്കും തെറിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ തെറി വിളിക്കുന്നോണ്ട് അവരിപ്പോ അവര് വലിയ മഹാന്മാരൊന്നുമല്ലല്ലോ വിളിക്കുന്നത്. മഹാന്മാരല്ല, മഹാന്മാരൊന്നുമല്ലല്ലോ വിളിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു ജോലിയില്ലാത്ത ഇപ്പൊ എന്നോട് ഞാൻ ചില മെസ്സേജിന്റെ താഴെ ചില പോസ്റ്ററിന് താഴെയൊക്കെ കാണുന്നുണ്ട്, നിനക്കൊക്കെ പേരിമാസനം പറയിപ്പിക്കാനായിട്ടെന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോ ഞാൻ ഇവൻ വീട്ടില് ഒന്നുകിൽ ഇവൻ കളക്ടർ ആയിരിക്കണം, ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പറയണമെങ്കിൽ അവൻ വീട്ടില് സത്യം പറഞ്ഞാൽ അവര് വീട്ടിൽ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷനും ടോർച്ചറും അവർക്ക് ഇത് തന്നെയായിരിക്കും അവനെ പറ്റി ഇവന്റെ വീട്ടിലെ നാട്ടിലൊക്കെ പറയുന്നുണ്ടാവും. പറയിപ്പിക്കാനായിട്ട് നടക്കുന്നത് അതിന് എന്നിൽ അവനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ചിലപ്പോൾ ഞാനായിരിക്കും. അപ്പൊ അവനെ എന്നെ വിളിക്കുന്ന സമയത്ത് അവനൊരു ആശ്വാസം കിട്ടുന്നത് ഞാൻ വിചാരിക്കും കിട്ടട്ടെ, അവന് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവനൊരു സന്തോഷം ഉണ്ടാവട്ടെ. അത് നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ തെറിവിളിയും ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ ഒരു പോയിന്റിന്റെ മുകളിൽ നമ്മൾ ആസ്വദിച്ച് തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ നല്ലത് പറഞ്ഞാൽ പോലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലെവലെത്തി എന്താന്ന് തോന്നിപ്പോ. അത് ഞാൻ ഞെട്ടിപ്പോയത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ട്രെയിലറിന്റെ താഴെ നല്ലത് പറയുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു മോശം പറയാൻ കുറ്റം പറയാൻ പറ്റുന്നില്ല. പക്ഷെ അത് ആ പടത്തോടെ അവസാനിച്ചു. എനിക്ക് പലപ്പോഴും തോന്നുന്നു, പക്ഷെ വിനീതേട്ടനെ എടുത്താലും ജാൻചേട്ടനെ എടുത്താലും കുറച്ചുകൂടെ ബുദ്ധി കൂടുതൽ ജാൻചേട്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വിനീതിന്റെ പടത്തിൽ പോയി ഉള്ള ചാൻസ് കൂടെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഈ ഒരു ചോദ്യം കൊണ്ട് അതും പോയി. അല്ലല്ല, കാരണം വളരെ സ്മാർട്ടായിട്ട് കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ഇപ്പൊ ഇതിലിപ്പോ കളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഇതായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ വെറുതെ പ്ലാൻ ചെയ്ത് കളിക്കുക അങ്ങനെ. ഞാനിപ്പോ ഒന്നാ പിന്നെ ഒന്ന് കളിച്ചേക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചെന്ന് വെച്ചോ, ഞാനിവിടെ സൂപ്പർ സ്റ്റാറാ അങ്ങനെ ഞാൻ വിചാരിച്ച് എന്തിന് അതൊരു ബാധ്യതയല്ലേ. ഞാനിപ്പോ കഴിഞ്ഞപ്പോ ഞാൻ സഞ്ജുവിനെ കണ്ടപ്പോ സഞ്ജു 1000 KBs കഴിഞ്ഞ് നിൽക്കുന്നു. സഞ്ജുന് ഭയങ്കര, ഞാൻ ഫസ്റ്റ് അവനെ വിളിച്ചിട്ട് ഞാൻ അവനെ മാറ്റി നിർത്തി പറഞ്ഞടാ, കുറേ പേര് നിന്റെ അടുത്ത് വിളിച്ച് നല്ലത് പറയും, ഇനിയിപ്പോൾ ചൂസ് ചെയ്യണം, ഒരിക്കലും നീ കേൾക്കരുത്, നീ അങ്ങനെ ചെയ്തത്, നല്ലത് പറയുന്നവന്മാരെ വേണം അടുപ്പിക്കരുതെന്ന്. കാരണം നല്ലത് പറയുന്ന ആൾക്കാരാണ്. നീ വർഷങ്ങൾക്ക് കഴിഞ്ഞ് ഇനിയിപ്പം ഇതേ നോക്കി നല്ല പരിപാടി മാത്രം. സക്സസ് ആണ് ഏറ്റവും വലിയ ബാഗേജ്. ഓക്കെ, നമ്മൾ ഒരു ഹിറ്റ് അടിച്ചു എന്ന് വെച്ചിട്ട് എന്നെ പോലെ ആവാനും പാടില്ല. ഞാൻ വേറെ കാര്യം